പ്രിയമുള്ള രക്ഷാകർത്താക്കളെ, നിങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഗണിത ശാക്തീകരണ ഏകദിന ക്യാമ്പിലേക്ക് എല്ലാ രക്ഷിതാക്കൾക്കും സ്വാഗതം. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായ കോയ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, നമ്മുടെ ഈ സ്കൂളിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാവർക്കും അറിയാം മാഷെ, കണക്കിനെ പറ്റി പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ NCC അല്ല, NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഈ പറഞ്ഞ പ്രകാരം ഇനി നമ്മുടെ കുട്ടികൾ ഗുണന പട്ടിക കാണാപ്പാടം പഠിക്കാതിരിക്കാനും ലാസാവ് കാണാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇനി രക്ഷാകർത്താക്കൾ ചെയ്തു കൊടുക്കും. അതിനുള്ളൊരു സൂത്രപ്പണിയാണ് ഇനിയിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യശീലൻ മാസ് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്ന് ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്. സാറേ, അല്ല കുട്ടികൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്കാലത്തോ ക്ലാസ് ഒക്കെ എടുക്കണം. ഒരാൾ കൂടി വന്നു. അതെ, ഇവിടെ സംസാരം പിന്നാവപ്പോ ക്ലാസ് തുടങ്ങുകയായി. ഇനി അത് ശ്രദ്ധിച്ച് കേട്ടോളെ. ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടാണ് കുട്ടികളൊക്കെ ഇജാതിയായത്. മാസ് പറഞ്ഞു. സത്യത്തിൽ രക്ഷാകർത്താക്കളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. തന്നെ നമ്മുടെ കുട്ടികളും പറയുന്നു, മാഷെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. എന്റെ മൊബൈൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ മൊബൈൽ ഇവിടെ ക്ലാസ് കഴിയട്ടെ, ക്ലാസ് കഴിഞ്ഞാലേ മൊബൈൽ തരാം, അങ്ങനെ പറഞ്ഞു മാഷെ. അല്ല ഇവിടെ മൊബൈലും കൊടുക്കണ്ടോ? അത് അയാളുടെ പഴയതാണ് ചേട്ടാ, ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇവിടെ ഈ ക്ലാസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ, അത് കേൾക്കുക ആദ്യം. 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് അല്ലേ? ഇവിടെ ആകെ വന്ന രക്ഷാകർത്താക്കളായിട്ട് വന്നിട്ടുള്ളത് 5 പേര്. 500-ൽ 5 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? എത്ര ശതമാനം മാഷേ? 500-ൽ പറഞ്ഞു കൊടുക്കും മാഷേ. അതിപ്പോഴൊന്നും അറിയില്ല, സാറിനെ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. അതായത് സിമ്പിൾ ആണ്. 500-ൽ 5 ശതമാനം 505. സാറേ, ഞാൻ കാൽക്കുലേറ്റർ നോക്കി പെട്ടെന്ന് പറഞ്ഞുതരാം. കാൽക്കുലേറ്ററിലെ കണക്ക് വേണ്ട. ഹലോ, തക്കാളി 500 അതാ കടയിൽ കൊടുത്താൽ മതി. അത് പിന്നെ ഈ 500 7 പെട്ടിയിലാക്കണം. 1-ൽ 120 പിന്നെ 1-ൽ 80, അപ്പൊ 200 പിന്നെ 5 എണ്ണത്തില് 60 വെച്ചിട്ടേ 5 എണ്ണം, അപ്പൊ 300. ഇത് കഴിഞ്ഞിട്ട് തരാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം. അളിയനാ പക്ഷേ ഏത് വണ്ടി? അത് 5 മണിയൊക്കെ കഴിഞ്ഞ് കിടക്കാനല്ല. ഒരു പണി ചെയ്യും, ഒരു 1500 രൂപ കുറച്ചൊന്ന് ചോദിച്ചു നോക്ക്. അത് പിടിച്ചോ, വിടണ്ടാട്ടാ. ഹലോ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ? നിങ്ങള് കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞോ മാഷന്റെ മൊബൈല് ഇത് ഓഫ് ചെയ്ത് വെക്കണം. നിങ്ങൾ അത് പറ്റോ? നിങ്ങൾക്ക് അറിയില്ലല്ലോ മാഷ, ഞാൻ ഇപ്പോഴല്ലേ ക്ലാസ്സിൽ മൊബൈൽ കൊടുക്കും മാഷേ. ക്ലാസ് തീരണം. ഇത് തീർന്നിട്ട് ഞങ്ങൾക്കൊക്കെ വീടുണ്ട്, ഞങ്ങൾക്കൊക്കെ പോകണ്ടേ? ഓഫ് ചെയ്ത് വെക്ക്. സാറേ, ഭാര്യ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. കഴിഞ്ഞു കുറെ നേരമായി. ഇതിന്റെ ഇടയിൽ നിങ്ങൾ 100 പ്രാവശ്യം ഫോണും വിളിച്ചത് എങ്ങനെയാണ് പറഞ്ഞു തീർക്കുക? ഉച്ചയ്ക്ക് സാമ്പാർ കൊടുത്തിട്ടില്ല, അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അതൊക്കെ സംസാരിക്കാം. ഇത് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോവാലോ. വേഗം എടുത്ത് തീർക്ക്. നിങ്ങൾ ശതമാനം കാണാൻ പറഞ്ഞപ്പോ അതിൽ ശ്രദ്ധിക്കാതെ മൊബൈലിൽ വിളിച്ചും സംസാരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും സമയം കളഞ്ഞു, അലസമായിട്ടിരുന്നു. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണില്ല കുട്ടികൾ, അതാണ്. അപ്പോ ശ്രദ്ധിക്കും. ഇനിയാണ് നിങ്ങൾ കണക്കിന്റെ യഥാർത്ഥ രസം എന്താണ് എന്ന് അറിയാൻ പോകുന്നത്. സാറേ, ഒരു സംശയം. സംശയങ്ങൾ ചോദിക്കൂ. സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് കുട്ടി ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലാവുന്നത്? അധ്യാപകന് മനസ്സിലാകുന്നത്. ചോദിക്കൂ. അല്ല, ഈ ഉച്ചക്കഞ്ഞിക്ക് രസം വെക്കുന്നുണ്ടെങ്കിലേ തക്കാളി എന്റെ കടയിൽ നിന്ന് മേടിക്കണമെന്ന് പറയായിരുന്നു. 10% വില കുറച്ചു തരാം. ഞാൻ ചന്തയിൽ നിന്ന് നേരിട്ട് എടുക്കണതാണേ. നല്ല തക്കാളിയാ പക്ഷേ. കാർന്നരൊക്കെ അവിടുന്ന് മേടിക്കാറ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന്റെ കണക്ക് നമുക്ക് മാഷോട് പറയാം. ഇപ്പോഴല്ല, അത് ക്ലാസ് കഴിഞ്ഞിട്ട് പറയുമ്പോഴേക്ക് ചാടി പുറപ്പെട്ട് പോവുകയാണ്. എന്തൊക്കെ ആൾക്കാരാ. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം താൻ കണ്ടുപിടിക്കണം. ഒന്ന് പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവല്ലല്ലോ. ഏതാ? 505 അല്ലല്ലോ. 505 ഒന്നും അല്ല. ഉത്തരം കണ്ടുപിടിക്കേ.
ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് അയ്യേ, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. അത്യാവശ്യം പോവാൻ പാടില്ല, പോവാൻ പാടില്ല. ഇവിടെ ഇരിക്കണം. അല്ല പോയിട്ട് വരാം. ഹലോ ആ സുനിക്കുട്ടനാണോടാ? നിന്റെ അമ്മയുടെ കോഡ്. ഹലോ നിങ്ങൾ പണ്ടേ പാരയാണെന്നറിയാം. നിങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടേ? ഇവിടെ വന്ന് പരാതി പറയാനല്ലേ? ഇവിടെ വന്നപ്പോൾ ഒരു സാറിന് ശതമാനക്കണക്ക് അറിയണമെന്ന്. എനിക്കതല്ലേ പണി. അയലത്തിരുന്നുകൊണ്ട് ഇമ്മാതിരി നാരിയ പണി കാണിക്കരുത് കേട്ടാ, പന്ന കിളവി.